ഫ്രീഡം ലൈഫ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത് എസ്ലെ ക്ലാസിക്കിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനുമായിട്ടാണ്. നമ്മൾ കുറച്ചുകൂടി കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ കുറച്ച് അപ്ഡേഷനോ കൊടുത്തിട്ട് ഒരു സിമ്പിൾ മോഡലാക്കിയിട്ടാണ് എസ്ലെ ക്ലാസിക്കിൻ്റെ പുതിയ മോഡൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീൽ ചെയറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ മുമ്പത്തെ വീഡിയോക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം നമുക്കിതിൻ്റെ ആംബ്രസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ആംബ്രസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കിലേക്കും ഇതേപോലെ ഫ്രണ്ടിലേക്കും ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാം. രണ്ട് ആംബ്രസ്റ്റ് നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് രണ്ട് ആംബ്രസ്റ്റും വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആംബ്രസ്റ്റിൻ്റെ കുഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഷേപ്പായിട്ടുള്ളൊരു ഹാർഡ് ഫോമിൽ വരുന്നതാണ്. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കൈയൊക്കെ വെക്കാൻ പറ്റും. രണ്ട് ആംബ്രസ്റ്റും നല്ല സ്മൂത്തായിട്ടുള്ള ആംബ്രസ്റ്റാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഫൂട്രസ് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണുള്ളത്. ഇതേപോലെ നമുക്ക് മടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കാം. അതുപോലെ തന്നെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നിവർത്തി വെക്കുകയും ചെയ്യാം. സിംഗിൾ ഫൂട്രസ്റ്റാണ് വരിക. അപ്പോൾ നമുക്ക് രണ്ട് കാലും വെക്കാനുള്ള ഒരു ഷേപ്പ് ഇവിടെ ഇങ്ങനെ കുഷ്യനകത്ത് വരുന്നുണ്ട്. അതിലൂടെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് രണ്ട് കാലും നമുക്ക് ഇതിനകത്തേക്ക് വന്നിട്ട് ഈ സിംഗിൾ ഫൂട്രസ്റ്റിൽ വന്നിട്ട് സുഖമായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ എസ്ലെ ക്ലാസിക്കിൻ്റെ പുതിയ മോഡലിൻ്റെ ഫ്രെയിം, നേരത്തെ എസ്ലെ ക്ലാസിക്കിൽ നല്ല വീതിയുള്ള ഫ്രെയിമായിരുന്നു. ആ ഫ്രെയിം വളരെ തിന്നാക്കിയിട്ട് വീതി കുറഞ്ഞ ഒരു ഫ്രെയിമാക്കിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രെയിമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള വളരെ കനം കുറഞ്ഞിട്ടുള്ള അലുമിനി ഫ്രെയിമാണ്, എയർക്രാഫ്റ്റ് അലുമിനിയിൽ വരുന്ന ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാരം നന്നായിട്ട് അവർ കുറച്ചിട്ടുണ്ട്. ഏകദേശം ബാറ്ററി ഉള്ളടക്കം ഒരു 23 kg ആണ് ഇതിന് ഭാരം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മടക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റും. അതുപോലെ ഈ വീൽ ചെയറിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ബാക്കിൽ നമുക്കൊരു സ്റ്റോറേജ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് അത്യാവശ്യം സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മോട്ടറിലേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്ന രണ്ട് മോട്ടറാണ് ഇതിൽ വരുന്നത്. 250 വാട്ട്സിൻ്റെ 24 വോൾട്ട് BLDC മോട്ടറാണ് വരുന്നത്. വിത്ത് ഇലക്ട്രിക് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സഹിതമാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് മാനുവൽ മോഡിലേക്കും മോട്ടോർ മോഡിലേക്കും മാറ്റാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവിടെ ഈ ലിവർ കാണുന്നുണ്ട്. ഈ റെഡ് കളർ ലിവർ മേളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മോട്ടോർ മോഡലായി. ഇനി ഇത് അനങ്ങത്തില്ല. കാരണം ഇത് ഇലക്ട്രിക് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ മോട്ടോർ മോഡലാകുന്ന സമയത്ത് ഏത് ഇറക്കത്തിലാണെങ്കിലും ജോയിസ്റ്റിക്കിൽ നിന്ന് കൈ എടുത്താൽ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് മാനുവൽ മോഡിലേക്ക് ആക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാനുവൽ മോഡലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ രണ്ട് മോഡലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയർ കൂടിയാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പവർ വീൽ ചെയർ. അതുപോലെ ഇതിൻ്റെ കുഷ്യനിങ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള ക്ലോത്തിൽ വരുന്ന നല്ലൊരു ഫൈബർ ക്ലോത്തിൽ വരുന്ന കുഷ്യനാണ് വന്നിട്ടുള്ളത്. ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യനാണെങ്കിലും ഇരിക്കുന്ന കുഷ്യനാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള കുഷ്യനാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ പിടിക്കുന്ന സ്ഥലത്തും നല്ലൊരു കുഷ്യനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനിലാണ് എസ്ലെ ക്ലാസിക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അടിവശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് വേറെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, അതിലിപ്പോൾ അകത്ത് ചാർജറാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്റ്റോറേജ് ബാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റോഡിലൂടെയൊക്കെ ഓടിക്കുമ്പം ഒരു സെക്യൂരിറ്റിക്കായിട്ട് ഇടാൻ വേണ്ടി ജസ്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇതിൻ്റെ അടിവശത്താണ്. ഇവിടെ ഒരു ബോക്സിനകത്താണ് 12H 24 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് 1 വർഷത്തെ വാറൻറ്റിയോട് കൂടിയാണ് വരിക. നമുക്ക് ഒരു ചാർജിൽ ഒരു 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ ഓടിക്കാമെന്നാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. എന്തായാലും 10 കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം. ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 വർഷത്തെ വാറൻറ്റി കിട്ടും. നല്ല ലൈഫ് കിട്ടുന്ന ബാറ്ററിയാണ്, വെയിറ്റ് കുറഞ്ഞ ബാറ്ററി ആയിരിക്കും. അതുപോലെ ആ ബാറ്ററി തന്നെയാണ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എസ്ലെ ക്ലാസിക് എന്ന പഴയ മോഡലിനെ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് വെയിറ്റോ കുറച്ചിട്ട് പുതിയതാക്കി ഇറക്കിയൊരു മോഡലാണ് എസ്ലെ ക്ലാസിക്കിൻ്റെ പുതിയ മോഡലാണ് ഈ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള വീൽ ചെയറാണ്. കാലൊന്നും വലിയ നീളമില്ലാത്ത ഒതുങ്ങിയിരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ വീൽ ചെയറാണ് എസ്ലെ ക്ലാസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരം വീൽ ചെയറുകൾ, ഇത് എസ്ലെ ക്ലാസിക് അല്ല, പല വീൽ ചെയറുകളും ഈ ഒരു രൂപത്തിൽ വരുന്ന വീൽ ചെയറൊക്കെ കാല് വല്ലാണ്ട് നീളമുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഇത് സൂട്ടാവില്ല. കാരണം ഇവിടെ നിന്ന് ഫൂട്രസ്റ്റിലേക്ക് വരുന്ന ഒരു ഹൈറ്റ്
അത് കാല് നീളമുള്ള ആൾക്കാരാണ് ഈ കാല് ഇങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ ഒരിക്കലും ഇതുപോലത്തെ വീൽ ചെയർ വാങ്ങിക്കാതിരിക്കുകയാണ് ബുദ്ധി. കാരണം അവരുടെ കാല് ഒതുങ്ങിയിരിക്കത്തില്ല. പിന്നെ കാല് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ കാല് നമുക്ക് കൺട്രോളിൽ കിട്ടൂല. അപ്പോൾ കാല് ഇതിൽ വെച്ചാൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എന്താ പറയും, കാല് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇത്തരം വീൽ ചെയർ ഒഴിവാക്കിയിട്ട് അവർക്ക് മറ്റേ 105E അല്ലെങ്കിൽ എസ്ലെ വിക്ടർ പോലത്തെ വീൽ ചെയറുകൾ വാങ്ങിക്കുകയാണ് നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെ വാങ്ങാം. പക്ഷേ കാല് നീളം കുറഞ്ഞ ആൾക്കാർക്ക് വളരെ ക്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വീൽ ചെയർ ഫോൾഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫൂട്ട് റെസ്റ്റ് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. അതിന് ശേഷം സിമ്പിളായിട്ട് ഇതിൻ്റെ ബാക്കിലൊരു ലോക്ക് വരുന്നുണ്ട്. അത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്കിൽ ജസ്റ്റ് നമുക്കൊരു വിരലുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഈ ലോക്ക് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ നമുക്ക് സുഖമായിട്ട് ഇതേപോലെ മടക്കിയാൽ സിമ്പിളായിട്ട് ഇത് മടങ്ങും. മടങ്ങിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന മോഡലാണ്. ഇതേപോലെ ഇങ്ങനെ തൂക്കി പിടിച്ച് നമുക്കിങ്ങനെ ഒരു ബാഗൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊന്ന് മടക്കി നീർത്താനായിട്ടും ജസ്റ്റ് ഇതേപോലെ നമ്മളെ ഈ ബാക്ക് റെസ്റ്റിലും അതുപോലെ തന്നെ വേണമെങ്കിൽ സീറ്റിലും കൂടി പിടിച്ചാൽ മതി. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നിവർന്ന് വരും. അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഇങ്ങനെ നിവർന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സീറ്റിലെങ്കിലും പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതേപോലെ നിർത്തി വെക്കാൻ പറ്റും. അങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബാക്കത്തെ ലോക്ക് അവിടെ പോയിട്ട് ലോക്കാവും. ഇനി അത് ലോക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക അവിടെ ലോക്കായിട്ടില്ലേന്ന്. ലോക്കായിട്ടില്ലെങ്കിൽ നമ്മളിത് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പം ഇതിങ്ങനെ മടങ്ങി പോകുന്ന രൂപത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ ലോക്കായിട്ടില്ലേന്ന് നോക്കണം. ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും അത്. പക്ഷേ ലോക്കായിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ എസ്ലെ ക്ലാസിക്കിൻ്റെ ജോയ്സ്റ്റിക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന പോലെ നല്ല നോർമൽ എല്ലാ വീൽ ചെയറിലും പോലത്തെ ജോയ്സ്റ്റിക്ക് തന്നെയാണ് ഈ വരുന്നത്. ഇതിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. ഇതിങ്ങനെ അമർത്തിയാൽ ഇവിടെ റെഡ് ഗ്രീന് ലൈറ്റുകൾ തെളിയും. അത് ചാർജിൻ്റെ സിഗ്നലാണ്. അതുപോലെ ഇവിടെ വരുന്നത് ഇതിൻ്റെ സ്പീഡിൻ്റെ സിഗ്നലാണ്. ഹോൺ അടിക്കാനുള്ള ഹോൺ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലസ്സും മൈനസും വരുന്നുണ്ട്. പ്ലസ് ചെയ്താൽ ഇത് 5 മോഡ് സ്പീഡ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ മൈനസ് ചെയ്താൽ 5 മോഡ് താഴേക്കും പോകും. പിന്നെ ഹോൺ ബട്ടൺ ഇവിടെ എക്സ്ട്രാ ഒരു ഹോൺ ബട്ടൺ വേറെ വരാനാണ്. അപ്പോൾ 5 മോഡ് താഴേക്കും പോകും. അങ്ങനെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ ഇത് മോട്ടർ മോഡൽ അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വീൽ ചെയറിനെ നമുക്ക് മോട്ടർ മോഡലിലേക്ക് മാറ്റണം. ബാക്കിൽ നിന്ന് ഈ കാണുന്ന ലിവർ മേളിലേക്ക് പൊക്കിയിട്ട് മോട്ടർ മോഡിലേക്ക് മാറ്റണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ജോയ്സ്റ്റിക്കിൽ വന്നിട്ട് പവർ ഓൺ ചെയ്യാം. ഇങ്ങനെ പവർ ഓൺ ചെയ്താൽ ഇതേപോലെ കാണും. ഇതിലിപ്പോൾ ചാർജ് വളരെ കുറവാണ്. ഇതിൽ 1 2 5 സിഗ്നൽസ് ഉണ്ട്. ഒരു റെഡും ബാക്കി 4 യെല്ലോയും ഉണ്ടാവും. അത് ഫുൾ കാണിക്കുമ്പോഴാണ് ഫുൾ ചാർജ് ആയിട്ട് ഉണ്ടാവുക. ഒരു റെഡും 4 ഗ്രീനും ഉണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണിക്കുമ്പോഴാണ് ഫുൾ ചാർജ്. പിന്നെ ഇത് സ്പീഡാണ്. ഇപ്പോൾ 1-ലാണ് കിടക്കുന്നത്. 2 3 4 5 സ്പീഡ് മോഡ് ഇതിന് വരുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകത്തെ സ്പീഡിലൊക്കെ ആക്കിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സുഖമായിട്ട് ഒരു ഈ ഒരു വിരലാക്കിക്കൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന മോഡലാണ് എസ്ലെ ക്ലാസിക്. ആർക്കും ഏത് ചെറിയ പിള്ളേർക്ക് വരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയർ. എന്തുകൊണ്ടും ആർക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിസൈനും കൂടിയാണ് എസ്ലെ ക്ലാസിക്. അതുപോലെ തന്നെ വളരെ വെയിറ്റ് കുറഞ്ഞ വീൽ ചെയർ ആവുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് വണ്ടികളുടെ ഡിക്കിലൊക്കെ സുഖമായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വീൽ ചെയർ കൂടിയാണ് എസ്ലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡൽ. അതുപോലെ ഇതിൻ്റെ ജോയ്സ്റ്റിക്കിൽ എക്സ്ട്രാ 2 ബട്ടൺ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ജോയ്സ്റ്റിക്ക് മ്യൂട്ടാക്കാനുള്ള ബട്ടണാണ്. ഇതിങ്ങനെ ഓൺ ആണെങ്കിൽ ഇതിലൊക്കെ ഒരു ബീപ്പ് സൗണ്ട് ഇങ്ങനെ വരും. ഉണ്ടോ, ഇതേപോലെ വരും. ഇത് ഓഫായി കഴിഞ്ഞാൽ ആ ബീപ്പ് സൗണ്ട് വരത്തില്ല. അപ്പോൾ ഡിസ്റ്റർബുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ SOS ബട്ടൺ വരുന്നുണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇപ്പം സംസാരിക്കാനൊന്നും പറ്റാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് അമർത്തി കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് പ്ലീസ് എന്നുള്ളൊരു ടോണ് ഇങ്ങനെ കേൾക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് SOS ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി പോകും. പിന്നെ ഇത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ടും ഉണ്ടാവില്ല. അപ്പോൾ മ്യൂട്ടാക്കിയിട്ട് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് മ്യൂട്ടാക്കി ഉപയോഗിക്കാം. ബീപ്പ് സൗണ്ട് വേണ്ട ആൾക്കാർക്ക് ബീപ്പ് സൗണ്ട് ഇട്ടിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 2 വിധത്തിൽ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഈ ജോയ്സ്റ്റിക്കിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് നമുക്കിപ്പോൾ റൈറ്റ് ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ സ്ക്രൂ ഉണ്ട്. ഇത് ലൂസാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലേക്ക് വേണ്ടവർക്ക് ഇത് 2 ഊരിയെടുത്തിട്ട് എന്ത് ചെയ്യാം,
ആ കയ്യിൽ ഇവിടെ ടോപ്പ് ഉണ്ടാവും, അത് ഊരിയെടുത്തിട്ട് ഇത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് കയ്യിലും മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ജോയിസ്റ്റിക്ക് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മോഡലൂടെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എസ്ലെ ക്ലാസിക് പഴയ മോഡലിൽ നിന്ന് പുതിയ മോഡലിലേക്ക് വന്നപ്പോൾ വളരെയധികം വെയിറ്റ് കുറഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 23 kg ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ വളരെ തിന്നായിട്ടുള്ള ഫ്രെയിമും ഒക്കെ കൊടുത്ത് മോട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ ചെറുതാക്കി മടക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ വീൽ ചെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് വീതി ഒക്കെ ഉള്ള ഒരു വീൽ ചെയർ ആയിരുന്നു. അപ്പോൾ അതിനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ട് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ സിമ്പിളായിട്ട് മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വീൽ ചെയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയാണ് നിങ്ങളെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 1 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം ലൈഫിലൂടെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 1 വർഷത്തെ വാറണ്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈഫ് ടൈം സപ്പോർട്ട്, അതുപോലെ തന്നെ പാർട്സ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സർവീസ് സപ്പോർട്ടൊക്കെ കമ്പനി പാർട്സ് സപ്പോർട്ടും അതുപോലെ തന്നെ സർവീസ് സപ്പോർട്ടൊക്കെ ഫ്രീഡം ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ആവശ്യമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ വീൽ ചെയറിൻ്റെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ഫ്രീഡം ലൈഫുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വീൽ ചെയറുകൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ഉള്ള മറുപടിക്കായിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയെങ്കിലും വീൽ ചെയറിൻ്റെ സർവീസൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീഡം ലൈഫുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഈ വീൽ ചെയറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.